ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ 10ാം നാൾ അത് സംഭവിച്ചു. കേരളത്തിന് ഒരു നാഥൻ ഉണ്ടായിരിക്കുന്നു. ഇനി സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. ഈ 10 ദിവസം ഇങ്ങനെ ഇട്ട് അലക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, ഒടുവിൽ അലക്കി വെളുപ്പിച്ചല്ലോ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. നാച്ചുറൽ ചോയ്സ്. ബോർഡുകളിൽ കണ്ടത് മാത്രമല്ല, അദ്ദേഹം ശരിക്കും നാച്ചുറൽ ചോയ്സ് ആയിരുന്നു. UDF ഇത്രയൊരു മഹാവിജയം നൽകുന്നതിന് ടീം UDF എന്ന ആ കൺസെപ്റ്റ് കൊണ്ടുവന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹം അവസാനം വരെ കാത്തു സൂക്ഷിച്ചു. ജനങ്ങൾ വലിയ വിജയം നൽകി. ആ വിജയത്തിൻ്റെ പകിട്ടും പത്രാസും എല്ലാം തന്നെ എല്ലാ നേതാക്കൾക്കും അവകാശപ്പെട്ടതാണെങ്കിലും ഒരു കഴഞ്ച് കൂടുതൽ അവകാശപ്പെട്ടത് വി.ഡി. സതീശനായിരുന്നു. പല ചർച്ചകളിലും ഞങ്ങൾ ആ കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. കേരളത്തിൽ പലയിടത്തും യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതാണ്. ആ നിലയ്ക്ക് ഇപ്പോൾ ഒടുവിൽ ഈ തീരുമാനത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്നോടൊപ്പം ശ്രീ EP അനിലുണ്ട്. ശ്രീ അനിൽ, ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. അതെ അതെ, നല്ലതിനാണോ ചീത്തയ്ക്കാണോ? നല്ലതിനെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ 2-3 കാരണങ്ങൾ. ഒന്ന്, ജനവികാരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ആത്യന്തികമായി തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷവും ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനവികാരം മനസ്സിലാക്കി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ജനങ്ങളുടെ കയ്യടി വാങ്ങി അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അലോസരങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് തീരുമാനമെടുക്കണമെന്ന് പലയിടങ്ങളിലും മറന്നുപോയ കോൺഗ്രസ് കേരളത്തിൽ അത് ആവർത്തിക്കാതെ ശരിയായ ജനകീയ നേതാവിനെ തന്നെ അവർ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ആരോഗ്യകരമായ വശം. അതുകൊണ്ട് ശ്രീ വി.ഡി. സതീശൻ സ്വാഭാവികമായും ഒരു പ്രതിപക്ഷ നേതാവിനും അപ്പുറം LDF ഇന്ന കാരണങ്ങൾ കൊണ്ട് തോൽക്കും. LDF വലിയ പരാജയം ഉണ്ടാവും. 100-ലധികം സീറ്റുകൾ UDF നേടാൻ കഴിയും. 1 ഡസനിലേറെ മന്ത്രിമാർ പരാജയപ്പെടും എന്നൊക്കെയുള്ള ഒരു പ്രവാചകനായിരുന്നു. അതെ, അതാണ് രാഷ്ട്രീയ പ്രവാചക സ്വഭാവത്തിലേക്ക് അദ്ദേഹം എത്തി. അതേസമയം അദ്ദേഹത്തിനോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച ഒട്ടേറെ ആളുകൾ മറ്റാളുകളുണ്ട്. പക്ഷെ ഇത്രയധികം കോൺഫിഡൻസ് അദ്ദേഹത്തിന് അവരുടെ ഗ്രൂപ്പിന് നൽകി അത് അതുപോലെയൊക്കെ സംഭവിച്ചപ്പോൾ വി.ഡി. സതീശൻ തന്നെ ആയിരിക്കണം സംസ്ഥാനത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ഒരു സംശയവും കൂടാതെ അന്ന് തന്നെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. എന്തായാലും ഇത്തിരി വൈകിയാണെങ്കിലും ശ്രീ വി.ഡി. സതീശനെ തിരഞ്ഞെടുത്തത് കയ്യൊടിയോടെ. അതെ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലുള്ള ഒരു ഇതാണ്. എന്തായാലും വി.ഡി. സതീശൻ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കത് പല ചർച്ചകളിലായിട്ട് അത് വിശദീകരിക്കേണ്ടതുണ്ട്. നമുക്ക് തൽക്കാലം അത്ര വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ലെങ്കിൽ തന്നെ എന്തുകൊണ്ട് വി.ഡി. സതീശൻ, എനിക്ക് മനസ്സിലാകുന്നത്, നമുക്ക് തോന്നുന്ന ഒരു കാര്യം, വി.ഡി. സതീശൻ വരരുത് എന്നുള്ളത് തന്നെയാണ് മറുപക്ഷത്തെ ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഒരു മനോഭാവം. എന്തുകൊണ്ടെന്നാൽ വി.ഡി. സതീശൻ നിലപാടുകളുടെ രാജകുമാരൻ എന്നുള്ള നിലയിൽ, നിലപാടുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആള്, സാമുദായിക നേതാക്കളുടെ വീട്ടുപടിക്കൽ പോയി പാറ കിടക്കാത്ത ആള്, ഈ നിലയിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു നിലപാട് ഉള്ള ആളാണ്. ആ നിലപാട് മറ്റു നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലതാണ്. അതുകൊണ്ട് തന്നെ ആ നിലപാടുകളുടെ രാജകുമാരന് എതിർപ്പ് കൂടുക സാധ്യമാണ്. ഒരു അല്പ അഹങ്കാരം, ധാർഷ്ട്യം ഒക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം, സംസാരം, ഇതെല്ലാം തന്നെ. പക്ഷെ നല്ല ഭരണാധികാരി ആകാൻ അദ്ദേഹം ഇതുവരെ മന്ത്രി പോലും ആയിട്ടില്ലാത്ത ആളാണ്. 6ാമത്തെ തവണയാണ് പറവൂരിൽ നിന്ന് ജയിക്കുന്നത്. പക്ഷെ ആ ആദ്യമായി മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു പക്ഷേ സ്ട്രൈറ്റ് ടു CM ചെയർ എന്നുള്ള ആ നിലയിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, അതിനകത്തൊരു ചെറിയ വിഷയമുള്ളത്, ഒരു നല്ല പ്രതിപക്ഷ നേതാവിന് ഒരു നല്ല മുഖ്യമന്ത്രി ആകാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് വരും കാലങ്ങളിൽ ബോധ്യപ്പെടുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെ നോക്കൂ, ഒന്ന് അദ്ദേഹത്തിന് അനുകൂലമായി അല്ലെങ്കിൽ UDF അനുകൂലമായി വോട്ട് ചെയ്ത ആളുകൾക്ക് ഒരു പൊതുവികാരം അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാണെന്നുണ്ടാകുന്നു. ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന മുഴുവൻ ഘടകകക്ഷികളും, അതിപ്പം മുസ്ലിം ലീഗ് മാത്രമല്ല, കോൺഗ്രസ് എടുക്കാം, ഷിബു ബേബി ജോണിൻ്റെ പാർട്ടി എടുക്കാം, എന്ന് ഓരോ MLA-മാർ ജയിച്ചു വന്ന മിക്കവരും ശ്രീമതി രമയുടെ ഒക്കെ ആളുകൾ അല്ലെങ്കിൽ ആ പാർട്ടികളൊക്കെ ഏകപക്ഷീയമായി ആ MLA-മാർക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഈ MLA-മാർക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം ലീഗ് കോഴിക്കോടും കണ്ണൂരും ഒക്കെ തന്നെ ലീഗിന്റെ ബലത്തിൽ ജയിച്ച കോൺഗ്രസിന്റെ MLA-മാർക്ക് അവിടെ ഇറങ്ങി ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് ജനരോഷം വന്നു. അപ്പൊ അത് ഒരു പ്രധാന ഘടകമാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ഇത്രയും 10 ദിവസം കഴിഞ്ഞിട്ട് അവസാനം അതിലേക്ക് എത്തുന്നതും മറ്റുള്ളവരെയൊക്കെ അനുനയിപ്പിക്കുന്നതിന്റെ പിന്നിലും അതാണെന്ന് തോന്നുന്നു, അല്ലേ? എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധിക്കും
നിലവിലുള്ള പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്കും ഗാന്ധിക്കും എതിരായി പോലും പോസ്റ്റർ എഴുതി ഒട്ടിക്കാനുള്ള ഒരു ആർജവം കോൺഗ്രസ് കാണിച്ചു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി കുടുംബത്തിന്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ അംഗങ്ങൾക്ക് ഷുവറായി ജയിക്കാൻ ഇപ്പം കേരളത്തിൽ മാത്രമേ, അതും പ്രത്യേകിച്ചും വയനാടിൽ മാത്രമാണ് ഉള്ളത്. ഉത്തരേന്ത്യയിൽ അമേഠിയിലോ ബറേലിയിലോ വേറെ ഒരു സ്ഥലത്തും ഇല്ല. അപ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഈ അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ, രാഹുൽ ജയിച്ച മണ്ഡലവും പിന്നീട് പ്രിയങ്ക ജയിച്ച മണ്ഡലവും ഒക്കെ എന്താണ്, അവിടെ മുസ്ലിം ബെൽറ്റാണ്. അവിടെ മുസ്ലിം ലീഗിന്റെ സ്വാധീനമുള്ളതാണ്. അപ്പോൾ അവര് അതുകൊണ്ട് തന്നെ ആ ഘടകകക്ഷിയുടെ, ലീഗിന്റെ എന്നുള്ള ഘടകകക്ഷിയുടെ ആ സ്വരമുണ്ടല്ലോ, അവരുടെ ഒരു ശക്തമായ സ്വരം അവരത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അതേസമയം ഇതിന് പുറത്തു നിന്ന് ആലോചിക്കുമ്പോൾ ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്ന് പരസ്യമായ നിലപാടെടുത്ത ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, NSSന്റെ ശ്രീ സുകുമാരൻ നായർ, കാന്തപുരത്തെ പോലുള്ള ആളുകളുടെ സമീപനം വി ഡി സതീശന് കുറച്ചുകൂടി ജനകീയ മുഖമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നു. അപ്പോൾ ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്ന് ആഗ്രഹിച്ച കോൺഗ്രസിലെ ചില ആളുകളും പുറത്തു നിന്നുള്ള SNDP മുതൽ ഒരുപക്ഷെ CPM പോലെയുള്ള പാർട്ടിയിലെ ആളുകൾക്കും അപ്പുറം സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അതിലെ ഘടകകക്ഷികളും UDF അനുകൂലമായി വോട്ട് ചെയ്തവരും സാധാരണ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വി ഡി സതീശനിൽ നിന്ന് ഒട്ടേറെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കാം. അതെ, മാത്രമല്ല ഞങ്ങളുടെ ഒരു നിലപാട് കൂടെ പറയാം. ഞങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്തായിരിക്കും. നല്ല ഭരണമാണെങ്കിൽ നല്ലതെന്ന് പറയുകയും മോശം ഭരണമാണെങ്കിൽ മോശം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ ഭാഗത്താണ്, പ്രതിപക്ഷത്ത് തന്നെയാണ്. മാധ്യമങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം, പ്രതിപക്ഷത്ത് തന്നെ ആയിരിക്കണം, ആരുടെയും പിറകെ പോകരുത്. പക്ഷേ ഞങ്ങൾ ഒരു കാരണവശാലും ആരുടെയും പിറകെ പോകില്ല. നല്ലത് ചെയ്യുന്നവരെ നല്ലതിനെ നല്ലതെന്ന് പറയും, മോശപ്പെട്ടതിനെ മോശം എന്ന് പറയും, ശക്തമായി എതിർക്കുകയും ചെയ്യും.